അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാന്മാർ നമ്മെ ഉപദേശിക്കുന്നു, ഖസ്ലതാനി മൻ കാനതാ ഫീഹി കതബല്ലാഹു ശാക്കിറൻ വസ്വാബിറ വമൻ ലം തകൂന ഫീഹി ലം യുക്തബ് ശാക്കിറൻ വലാ സ്വബിറ. ഒരാളിൽ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവനെക്കുറിച്ച് റബ്ബ് ഷാക്കിറും സ്വാബിറും, അതായത് നല്ല ശുക്റുള്ളവൻ, നല്ല നന്ദിയുള്ളവൻ, അതേപോലെ നല്ല സ്വബുള്ളവൻ എന്ന ലിസ്റ്റിൽ അള്ളാഹു പെടുത്തുകയും അതേ സമയത്ത് ഈ രണ്ട് കാര്യങ്ങൾ ഇല്ല എങ്കിൽ പിന്നെ അവൻ എത്ര സുജൂദ് ചെയ്യുന്നവനാണെങ്കിലും, എത്ര നിസ്കരിക്കുന്നവനാണെങ്കിലും, എത്ര ഖുർആൻ ഓതുന്നവനാണെങ്കിലും, എത്ര നന്മകൾ ചെയ്യുന്നവനാണെങ്കിലും അവനെക്കുറിച്ച് റബ്ബ് ഷാക്കിറെന്നോ സ്വാബിറെന്നോ അള്ളാഹു ആ ലിസ്റ്റിൽ പെടുത്തില്ല. അപ്പോൾ ഒരു മുഅ്മിനിക്ക് വേണ്ട ഏറ്റവും വലിയൊരു ഗുണമാണ്, അള്ളാഹു വിജയികൾക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു സ്ഥാനമാണ്, അള്ളാഹു അംഗീകരിക്കുന്ന ഒരു വിഷയമാണ് ഒരു നന്ദിയുള്ളവൻ ഷാക്കിറാവുക, ഒരു സബറുള്ളവൻ സ്വാബിറാവുക എന്നുള്ളത്. പക്ഷെ അത് കിട്ടണമെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടാകണം. എന്താണ് ആ കാര്യം? മൻ നവറ ഇലാ മൻ ഫൗഖഹു ഫി ദീനിഹി ഫഖ്തദാ ബിഹി വനവറ ഇലാ മൻ ദൂനഹു ഫി ദുനിയാ ഫഹമിദല്ലാഹ തആല അലാ മാ ഫളലഹു അലൈഹി. അതായത് ഒരു മനുഷ്യൻ ഇങ്ങനെ ജീവിക്കുമ്പോൾ അവൻ ദീനിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവരോട് ഇങ്ങനെ നോക്കുമ്പോൾ ആരാണ് എന്നെക്കാൾ കൂടുതൽ അമല് ചെയ്യുന്നവൻ, അത് കണ്ടാൽ ആ സമയത്ത് തന്നെ അവൻ അത് പിൻപറ്റി അതുപോലെ എനിക്ക് ആകണമെന്ന് ആഗ്രഹിച്ച് അതുപോലെ ചെയ്യുന്നവൻ, അത് വലിയൊരു തൗഫീഖാണ്. അതേസമയത്ത് പലപ്പോഴും നമുക്ക് അങ്ങനെയല്ല. നാം എത്ര ഇബാദത്ത് ചെയ്തുണ്ടെങ്കിലും നാം എപ്പോഴും നോക്കൽ ദീനിന്റെ വിഷയം നമ്മുടെക്കാൾ താഴെയുള്ളവരാണ്. അപ്പം നമ്മൾക്ക് തോന്നുകയാണ്, ഞാൻ വലിയ ഇബാദത്തുള്ളവനാണ്, ഞാൻ വലിയ ഖുർആൻ ഓതുന്നവനാണ്, ഞാൻ വലിയ ഇബാദത്ത് ചെയ്യുന്നവനാണെന്ന് തോന്നുകയാണ്. ഒരിക്കലും പോലും ദീനിന്റെ കാര്യത്തിൽ നമ്മളെക്കാൾ താഴെ ഉള്ളവരെ ഒരിക്കലും നാം നോക്കരുത്. നമ്മളെക്കാൾ മുകളിലുള്ളവർ ഏതായാലും ഉണ്ടാകുമല്ലോ. നാം എത്ര ഖുർആൻ ഓതുന്നവരാണെങ്കിലും, നാം എത്ര നിസ്കരിക്കുന്നവരാണെങ്കിലും, നാം എത്ര വലിയ തഖ്വയുള്ളവരാണെങ്കിലും നമ്മളെക്കാൾ കൂടുതൽ ഈമാനുള്ളവർ ഇവിടെ ഉണ്ടാകുമല്ലോ. അപ്പം അവരെ കണ്ടെത്തി അവരെ പിൻപറ്റി അവരെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കണം. അല്ലാതെ നമ്മളെക്കാൾ താഴെയുള്ളവരെ കണ്ട് ഞാനൊരു സംഭവമാണെന്ന് ഒരിക്കലും ചിന്തിച്ചു പോകരുത്. അതേപോലെ തന്നെ ദുനിയാവിൻ്റെ കാര്യം വരുമ്പോൾ അതേ എന്നെക്കാൾ താഴെയുള്ളവരെ നോക്കണം, അല്ലാതെ എന്നെക്കാൾ മുകളിലുള്ളവരെ ഒരിക്കലും പോലും നാം നോക്കരുത്. അപ്പം നമ്മളെക്കാൾ താഴെയുള്ളവരെ നാം നോക്കുമ്പോൾ എനിക്ക് അല്ലാഹു ധാരാളം നിഅമത്ത് നൽകിയിട്ടുണ്ട് എന്നുള്ള ആ സന്തോഷം നമുക്കെന്നും ഉണ്ടാകും. എനിക്ക് റബ്ബ് എന്തും നൽകിയിട്ടില്ലെങ്കിലും അവനേക്കാൾ കൂടുതൽ എനിക്ക് നൽകിയിട്ടുണ്ടല്ലോ എന്നുള്ള ചിന്ത വരും. അതേസമയത്ത് ദുനിയാവിൻ്റെ കാര്യം നമ്മളെക്കാൾ മുകളിലുള്ളവരിലേക്ക് നാം നോക്കിയാൽ എന്നും ബേജാറായിരിക്കും. ഇവിടെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, എന്നും ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ അതാണ്. ദുനിയാവിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മളെക്കാൾ താഴെയുള്ളവരെ നോക്കുകയും അതേ സമയത്ത് ആഖിറത്തിൻ്റെ കാര്യം വരുമ്പോൾ നമ്മളെക്കാൾ മുകളിലുള്ളവരെ നോക്കുകയും ചെയ്യണം. അതേസമയത്ത് ചെയ്യാൻ പാടില്ലാത്ത ഒരു വിഷയമാണ് ദീനിന്റെ കാര്യം വരുമ്പോൾ, ആഖിറത്തിന്റെ കാര്യം വരുമ്പോൾ നമ്മളെക്കാൾ താഴെയുള്ളവരെ ഒരിക്കലും പോലും നാം നോക്കരുത്. അതേസമയത്ത് ദുനിയാവിന്റെ കാര്യം വരുമ്പോൾ നമ്മളെക്കാൾ മുകളിലുള്ളവരിലേക്ക് ഒരിക്കലും നോക്കരുത്. അങ്ങനെ ഒരു ജീവിതമാണ് നമ്മുടെ ജീവിതമെങ്കിൽ തീർച്ചയായും റബ്ബ് നമ്മളെക്കുറിച്ച് ഷാക്കിറാണെന്നും സ്വാബിറാണെന്നും അവൻ ആ ലിസ്റ്റിൽ പെടുത്തുകയാണെന്ന് മഹാന്മാരെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ ശ്രദ്ധേയമായ ഒരു ഉപദേശമാണ്. പലപ്പോഴും നാം ഇതിൻ്റെ വിപരീതമാണ് പലപ്പോഴും നാം ചിന്തിക്കുക എന്ന് നാം ഒഴിവാവാൻ നോക്കണം. അതേ ദീനിൻ്റെ കാര്യം വരുമ്പോൾ, ആഖിറത്തിൻ്റെ കാര്യം വരുമ്പോൾ നമ്മളെക്കാൾ മുകളിലുള്ളവരിലേക്ക് നോക്കുക, ദുനിയാവിൻ്റെ കാര്യം വരുമ്പോൾ നമ്മളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുക. എന്നും സന്തോഷമായിരിക്കും. നമുക്ക് ധാരാളം ഇബാദത്തുകൾ ചെയ്യാൻ അതോടുകൂടെ നമ്മളെ കൊണ്ട് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കൂട്ടരിൽ അല്ലാഹു നമ്മെ പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.